ഖത്തറിന് ഗസയുടെ ചർച്ചയിലുള്ള പ്രാധാന്യം നമുക്കറിയാം. മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം നടത്തിയത് ഖത്തറും ഈജിപ്തും ചേർന്നാണ്. അപ്പം ഖത്തറിന്റെ കാര്യത്തിൽ 20 പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ലോകരാജ്യങ്ങൾ പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടു. ഖത്തർ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി വ്യക്തത കാര്യങ്ങളിൽ വരേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹമാസിന്റെ തീരുമാനത്തെ ഇത് സ്വീകരിച്ചുകൊണ്ട് ചർച്ചയാകാം, ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാം എന്നൊക്കെ ഹമാസ് പറഞ്ഞതിനെ ഖത്തർ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ ഖത്തറിന്റെ നിലപാട്, ഒപ്പം എങ്ങനെയാണ് ആ ചർച്ചയെ ഖത്തർ നിരീക്ഷിക്കുന്നത്? ഈ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ഒരു സമീപനം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ട സാരം ഈ വിഷയത്തിൽ മധ്യസ്ഥനായി ഇടപെട്ടു എന്ന ആദ്യത്തെ രാഷ്ട്രം ഈജിപ്തുമായും അതുപോലെ US-ഉമായും ചേർന്ന് ഖത്തറാണ്. അതുകൊണ്ട് ഖത്തർ ഒരു മധ്യസ്ഥനായി ഇടപെടുന്ന ഒരു വിഷയത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിച്ചതും ഖത്തറാണ്. നമുക്കറിയാം, ഒരു മാസം മുമ്പാണ് സെപ്റ്റംബർ 9 ഖത്തർ ആക്രമിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു മാസം തികയുന്ന രണ്ട് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആക്രമണത്തിൻ്റെ കെടുതി അനുഭവിക്കുകയും അതുപോലെ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ഗസ യുദ്ധത്തിൽ ഖത്തറിൻ്റെ റോൾ എടുത്തു പറയേണ്ടതാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളത് മാത്രമല്ല, ഗസയിൽ ആദ്യമായി മെഡിക്കൽ സഹായം എത്തിച്ചത്, മാനുഷിക സഹായം എത്തിച്ചത്, ഇതെല്ലാം ഖത്തറായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ നിഷ്ഠൂരമായ ആക്രമണത്തിന് പിന്നാലെയാണ് ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പുതിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്. അതിനുശേഷം US-ന്റെ ഉറ്റ ചങ്ങാതിയാണല്ലോ ഇസ്രായേലിനെ നിശ്ചിതമായി ട്രംപ് തന്നെ നേരിട്ട് വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിക്കുന്ന കാഴ്ച നാം കണ്ടു. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പുകൾ ഉയർന്നു. ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിലെ സ്പെയിൻ, ബ്രിട്ടൻ, ഇതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ, ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒരു ഇസ്രായേലിനെതിരെ വലിയ ഒരു രൂപപ്പെടലുകൾ ഉണ്ടായി. അതുപോലെ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലുണ്ടായി. ഈ ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണമാണ് ശരിക്കും ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്. അതിൻ്റെ ആ വഴിത്തിരിവ് പുതിയ ഒരു തലത്തിലേക്ക്, അഥവാ ഗസയിലെ ശാശ്വതമായ വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. അതിന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഖത്തറാണ് ഇതിൻ്റെ ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ നടന്ന ഈ ഒരു പ്രശ്നത്തിലെ മധ്യസ്ഥൻ എന്ന നിലയിൽ നടത്തിയ പരിശ്രമങ്ങൾക്ക് ഒരു കെടുതി അനുഭവിക്കുകയും എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റുകൾ US അടക്കമുള്ള, അതുപോലെ ഇസ്രായേൽ അടക്കമുള്ള, ഖത്തർ തന്നെ ഉൾപ്പെട്ട, ഈജിപ്ത് ഉൾപ്പെട്ട ഒരു വലിയ നെഗോസിയേഷൻസ്, കൂടിയാലോചനകൾ ഉണ്ടാകുകയും അതൊരു ഫലപ്രദമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.